ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിരിക്കും. കാരണം എൻ്റെ വ്യൂവേഴ്സ് കൂടുതലും ചെടികൾ ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ ചെടിയുടെ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നല്ല അത്യാവശ്യം വ്യൂസ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും പുതിയ കുട്ടികളുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് കൂടെ അറിയിക്കുക. പിന്നെ ഇതിൽ എല്ലാ പ്ലാന്റ്സിൻ്റെയും പേരുകളൊന്നും എനിക്കറിയില്ല, അറിയാത്ത പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് വന്നിട്ട് അതിൻ്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. പിന്നെ ഈ നഴ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. പിന്നെ അതും വലിയ റേറ്റ് ഒന്നുമല്ല, മിതമായ റേറ്റിൽ തന്നെയാണ്. അതായത് പുറത്തിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പോലും ഇതേ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ പ്ലാന്റ്സിൻ്റെ ക്വാളിറ്റി നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമില്ല, ഞാൻ സാധാരണ ഇവിടെ നിന്നാണ് പ്ലാന്റ്സ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. സാധാരണ വേറെ ഏതെങ്കിലും നഴ്സറി വെച്ചിട്ട് നമ്മൾ താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിനേക്കാളും കുറച്ച് പൈസ കൂടുതലെന്നല്ലാണ്ട് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ബിർക്കിനൊക്കെയാണ് ഇവിടെ ഉള്ളത്. 200 രൂപയാണ്. ഈ ഒരു ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ, അല്ലാണ്ട് നല്ല ചെറിയ പ്ലാന്റ്സ് ഒന്നുമല്ല. എന്തായാലും ഒരു പോട്ടിൽ തന്നെ 2 തൈകളൊക്കെ ഉണ്ട്, അതിനാണ് 200 രൂപ വരുന്നത്. പിന്നെ മോൺസ്റ്ററേക്ക് വരുന്നത് 265 രൂപ. ബേബി പ്ലാന്റ്സ് അല്ല, അത്യാവശ്യം മെച്യൂരിറ്റി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. പിന്നെ പീസ് ലില്ലിയൊക്കെ വെരിഗേറ്റഡ് പീസ് ലില്ലിയും ഉണ്ട്, അല്ലാണ്ട് സാധാ പീസ് ലില്ലി ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഫിലോഡോൺ പിങ്കിഷ് കളറായിട്ടുള്ളതിനാണ് 200 രൂപ വരുന്നത്. പിന്നെ അതിൻ്റെ ഗ്രീനിഷ് കളറായതിന് 150 രൂപയാണ് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്ക് അറിയില്ല, പക്ഷേ ഇത് എൻ്റെ കയ്യിലുള്ള പ്ലാന്റാണ്. ഇതിന് 200 രൂപയാണ് ഇവിടെ പ്രൈസ് ഇട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡായുള്ള കളറുള്ള പ്ലാന്റ് കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. പരമാവധി എല്ലാ പ്ലാന്റ്സും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഈ മൂൺഷൈനിന് വരുന്നതും 200 രൂപയാണ്. പിന്നെ ഈ സാധാ ഫിലോഡോൺഡ്രോൺ ഉണ്ട് കേട്ടോ, അതൊക്കെ സൈസിനനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത്. 200 രൂപയാണ് തോന്നുന്നു സ്റ്റാർട്ടിങ് ആയിട്ടുള്ളത്. പിന്നെ ഈ പിങ്കിഷിനാണ് 200 രൂപ വരുന്നത് കേട്ടോ. നോർമൽ ഫിലോഡോൺഡ്രോണിന് ആ റേറ്റ് ഉണ്ടാവില്ല, അതിൻ്റെ റേറ്റ് അവിടെ എഴുതി വെച്ചിട്ടില്ല. പിന്നെ പലതരത്തിലുള്ള ബിഗോണിയാസ് വരുന്നുണ്ട്. ബിഗോണിയാസ് ഇവിടെ പ്രൊപ്പഗേഷനായിട്ട് വെച്ചതുകൊണ്ട് 70 രൂപ 50 രൂപ അതൊക്കെയാണ് സ്റ്റാർട്ടിങ് പ്രൈസ്. ഇതൊക്കെ അവർ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അലോക്കേഷ്യ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല ഒരു എന്താ പറയുക, മിതമായ പ്രൈസിൽ തന്നെയാണ് വീട്ടിലുള്ളത്. പിന്നെ കലാത്തിയ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മെച്യൂരിറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, അതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ആദ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പിന്നെ പോയതാണ്. പിന്നെ ഈ പെറ്റൂണിയ കണ്ടില്ലേ, ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇവിടെ കളക്ഷൻസ് ഉണ്ട്. ഈ ഒരു ക്രിപ്സ്റ്റാൻഡസിന് വരുന്നത് 110 രൂപയാണ് ഈ സ്റ്റാർട്ടിങ്ങിന് വരുന്നത്. ഈ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഇല്ലാത്ത പ്ലാന്റ്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് വാങ്ങിയിട്ടില്ല, കാരണം അത് എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ചീത്തയായി പോകുന്നുണ്ട്. പിന്നെ അഗ്ലോണിമയുടെ ഒരു അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട്. വലിയ ഓവർ റേഞ്ച് അല്ല. അപ്പോൾ നമ്മൾ ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സീഡ്ലിങ്സ് അവരുടെ കയ്യിലില്ല എന്ന് പറയും. പക്ഷേ ഒരു മെച്യൂരിറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റിന് തന്നെ അത്യാവശ്യം നല്ലൊരു 500-ൻ്റെ താഴെയൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ 200 സംതിങ് ആ ഒരു റേഞ്ചാണ് കാണുന്നത്. പിന്നെ സ്പൈഡർ പ്ലാന്റ്, അത് കുഞ്ഞ് ബേബി പ്ലാന്റ്സ് ആണ്, അതിന് 50 രൂപ വെച്ചിട്ടാണ് വരുന്നത്. അതൊക്കെ നമുക്ക് ഈ പിന്നെ വെർട്ടിക്കൽ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് എടുക്കാം. സി പ്ലാന്റിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്, അതേപോലെ തന്നെ തിക്കായിട്ട് വരുന്ന ഗ്രീനിഷ് ഉണ്ട്, പിന്നെ സാധാ ഗ്രീൻ ഷെയ്ഡും ഉണ്ട് കേട്ടോ. അതൊക്കെ 325 രൂപയാണ്. പിന്നെ ഇത് മദർ പ്ലാന്റിനാണ് ഇവിടെ ഈ 325 എഴുതിയിട്ടുണ്ടാവുക. പിന്നെ സാധാ ഒരു ചെറിയ പ്ലാന്റ്സിനൊന്നും ഇത്ര റേറ്റ് ഉണ്ടാവില്ല കേട്ടോ. അത് അതിൻ്റെ ഒരു തിക്നെസ് നോക്കിയിട്ടാവും അവരത് പറയുണ്ടാവുക. പിന്നെ എനിക്ക് അങ്ങനെ എൻ്റെ കയ്യിലില്ലാത്ത പ്ലാന്റ്സൊക്കെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടാവും എന്നുള്ള പ്ലാന്റ്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ കലാത്തിയുടെ വെരിഗേഷൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡെൻഡ്രോബിയം പിന്നെ ഈ ഒരു കളറൊക്കെ എൻ്റെ കയ്യിലുള്ള കാരണം അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇതൊക്കെ ബഡായി വന്നുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാ പ്ലാന്റ്സിനൊന്നും പേര് എനിക്കറിയില്ല. അപ്പോൾ അത് കാരണം ഞാൻ പ്ലാന്റ്സിൻ്റെ പേരൊന്നും അങ്ങനെ പറയണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പ്ലാന്റ്സൊക്കെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റായിട്ട് അതിൻ്റെ പേരൊക്കെ ഒന്ന് പറയണേ. പിന്നെ നമ്മൾ സാധാരണ കാണുന്ന കലാത്തിയ നോർമൽ റേഞ്ചുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ, സിംഗിൾ പ്ലാന്റ്സ് ഒന്നുമല്ല. പിന്നെ അഗ്ലോണിമ നല്ല ബുഷി ആയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതൊക്കെ 200 സംതിങ്ങിലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ഈ അഗ്ലോണിമയുടെ എല്ലാ അഗ്ലോണിമയുടെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ, ചിലത് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഇവിടെ അവർ അഗ്ലോണിമ എന്ന് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ, സൂപ്പർവൈറ്റ് അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇനി അഥവാ നമ്മളിപ്പോൾ റെഡ് ലീഫിലിനൊക്കെ വേറെയും പല പേരുകൾ റെഡ് തന്നെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ പേരുകൾ പറയാത്തത്. കാരണം അത് മണ്ടത്തരായി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. കാരണം ഇപ്പോൾ നല്ല ന്യൂ വെറൈറ്റീസ് ആയിട്ട് ഒരുപാട് അഗ്ലോണിമാസ് ഇപ്പം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് കാരണം പേരിലുള്ള മിസ്റ്റേക്ക് വരണ്ടെന്ന് വെച്ചിട്ടാണ് പറയാത്തത്. പിന്നെ മിനിയേച്ചർ ടൈപ്പ് ആന്തൂറിയം ഇവിടെ വലിയൊരു കളക്ഷൻസ് എനിക്ക് കാണാൻ സാധിച്ചില്ല. എന്നാലും ഒരു 3-4 വെറൈറ്റീസൊക്കെ കാണുന്നേ ഉള്ളൂ. ഉള്ളത് നല്ല രീതിക്കുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് സെയിലായിട്ട് ഇനി വന്നിട്ട് വേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ മിനിയേച്ചർ ടൈപ്പ് ആന്തൂറിയത്തിനെ പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആന്തൂറിയം ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ്, ഇനി വന്നിട്ട് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആന്തൂറിയത്തിൽ നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടുകയാണെങ്കിൽ എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതവിടെ കണ്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്ലാന്റ്സ് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്തായാലും ഇപ്പോൾ സാധാരണ നോർമലി നമുക്കറിയാം എല്ലാ നഴ്സറിയിലും അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് പ്ലാന്റ്സിന് വരുന്നത്. പിന്നെ ഞാനധികം ഓൺലൈനായിട്ട് വാങ്ങിക്കാറുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ ഇഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താല്പര്യം ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കുന്നത് തന്നെയാണ്. കാരണം അങ്ങനെയാണെങ്കിൽ വലിയ ഡാമേജ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് പ്ലാന്റ് വീട്ടിലെത്തുകയും ചെയ്യും. പിന്നെ അതിൻ്റെ പോട്ടിംഗ് മിക്സ് എങ്ങനെ അതൊക്കെ നോക്കുകയും ചെയ്യാം. പക്ഷെ നല്ല രീതിക്കും ഹെൽത്തി ആയിട്ടുള്ള ഓൺലൈൻ പ്ലാന്റ്സ് കുറേ ആൾക്കാരിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുവരെ കിട്ടിയതൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും എനിക്ക് കുറച്ചുകൂടെ താല്പര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കുന്നതാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നല്ല അത്യാവശ്യം നല്ല മരച്ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫിലോഡൻഡ്രോൻ്റെ കുറച്ച് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റീസ്. പിന്നെ നാടൻ കാശിത്തുമ്പ, അതേപോലെ തെച്ചി, അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിച്ചു. പിന്നെ ഷെഫ്ലോറ, മെലൻസ്റ്റോമ, അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. എന്തായാലും പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കണ്ണിന് നല്ല ഒരു എന്താ പറയുക, നമുക്കൊരു ചെടികൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എപ്പോഴും ചെടികൾ കാണാൻ വലിയ ഇഷ്ടമാവുമല്ലോ അല്ലേ. നമുക്ക് ടൈം പോകുന്നൊന്നും അറിയില്ല, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ എനിക്കെന്താ പറയുക, നല്ല വെയിലുള്ള ടൈമിലാണ് പോയുള്ളത്. പക്ഷെ എന്നാൽ പോലും മനസ്സിനൊരു നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചൂട് കൂടുതൽ അങ്ങനെയൊക്കെ തോന്നില്ല. പക്ഷെ അതൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാറ്റസ് ഉണ്ടായിരുന്നു, അതിൽ ഫ്ലവറിങ് ഉള്ള ടൈപ്പ് ഉണ്ടായിരുന്നു, സാധ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കുഞ്ഞ പോട്ടിലായിട്ടാണ് ഇവർ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അതൊക്കെ ഓരോ പോട്ടിൻ്റെയും പ്ലാന്റിൻ്റെയും സൈസിനനുസരിച്ചിട്ടാണ് റേറ്റ് ഉള്ളത് കേട്ടോ. അതിനനുസരിച്ചിട്ട് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടിങ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് 250 രൂപയാണ്. പക്ഷേ അത് അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുണ്ടായി പ്ലാന്റിൻ്റെ അതേപോലെ തന്നെ പോട്ടിൻ്റെയും സൈസ് അനുസരിച്ചിട്ട് ചിലപ്പോൾ 250-ലും കുറവ് 100, 150 ആ റേഞ്ചിലൊക്കെ പ്ലാന്റ്സ് ഇതിൻ്റെ ഇടയിലുണ്ട്. നമുക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അപ്പോൾ അത് അവരോട് ചോദിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ റേറ്റ് അവർ പറയുക കേട്ടോ. പിന്നെ അതേപോലെ ഗ്രൗണ്ട് ഓർക്കിഡ് 2-3-4 വെറൈറ്റീസ് എൻ്റെ കയ്യിലില്ലാത്ത ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് എന്താ പറയുക, ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് നിഷാഖാൻ്റെ കൂടെ അല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാനിപ്പോൾ ചെടികളൊക്കെ ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിഷാഖാൻ്റെ വന്നിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആ ഗ്രൗണ്ട് ഓർക്കിഡും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ള പോട്ട്സ് കണ്ടു. പോട്ട്സൊന്നും ഇപ്പോൾ തൽക്കാലം ഞാൻ വാങ്ങിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ. ഞാൻ എന്താ പറയുക, കുറച്ച് സെറാമിക്കിൻ്റെ പോട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ പോട്ട്സൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ, നല്ല വെറൈറ്റി ടൈപ്പിലുള്ള പോട്ട്സാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഓർക്കിഡ് സെറ്റ് ചെയ്യാൻ പറ്റിയതും പിന്നെ അതേപോലെ തന്നെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയുള്ള നല്ല അടിപൊളി പോട്ട്സാണുള്ളത്. ഇതിൻ്റെ റേറ്റും ഈ പോട്ടിൻ്റെ താഴെ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. 250 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ സാധാരണ എനിക്ക് ഈ മൺചട്ടികളോട് പ്രത്യേകിച്ചൊരു ക്രേസ് തന്നെയാണ്. പക്ഷേ ഇത് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കരുതി കുറച്ച് കഴിയട്ടെ എന്നിട്ട് വാങ്ങിക്കപ്പോൾ വേണ്ട. അപ്പോൾ കുറച്ച് പ്ലാന്റ്സാണ് സെലക്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ജെറബറ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കാരണം ഒരു സീസണൽ പ്ലാന്റ് ആയിട്ടാണ് ജെറബറ എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് ഒരുപാട് ജെറബറ ഇങ്ങനെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ജെറബറ ഞാൻ നോക്കിയിട്ടില്ല. ഫ്ലവറിങ് പ്ലാന്റ്സിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ബോഗൻവില്ല മാത്രമേ, കടലാസ് ചെടി മാത്രമാണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അതില്ലാത്ത കളർ നോക്കിയിട്ട് 2-3-4 തൈകൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് ഏത് തൈയാണെന്നുള്ളത്. ഇതിലിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ടൈപ്പിലുള്ള ബോഗൻവില്ലേഴ്സും പിന്നെ ഇതേപോലത്തെ ഇൻഡോർ പ്ലാന്റ്സ്, ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല കേട്ടോ, അത് കാരണമാണ് പറയാത്തത്.
പക്ഷേ കടലാസ് ചെടി 50 രൂപ 75 രൂപ അങ്ങനെ ആ റേഞ്ചിലൊക്കെ വരുന്നതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ആ റേഞ്ചിൽ വരുന്ന പ്ലാന്റ്സ്. അപ്പോൾ ഇതിൽ ചില പ്ലാന്റ്സിൻ്റെ നമുക്ക് ഏതാണ് ഫ്ലവർ എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ ഫ്ലവർ ഉള്ളത് നോക്കിയിട്ടാണ് ഒരു 3 കളർ ഇവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ 100 രൂപ റേഞ്ചിൽ വരുന്ന പ്ലാന്റും ഉണ്ട്, അതേപോലെ തന്നെ 50 രൂപ 75 രൂപ ആ റേഞ്ചിലുള്ള പ്ലാന്റ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതേപോലുള്ള വെരിഗേറ്റഡ് പ്ലാന്റ്സും അതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എൻ്റെ കയ്യിലില്ലാത്ത പ്ലാന്റ്സ് മാത്രമാണ് ഞാൻ നോക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അതിനിടയിൽ തന്നെ അഡീനിയം പ്ലാന്റ്സ് ഉണ്ട്. പക്ഷെ അതവിടെ എന്താ പറയുക, അതിനുള്ളിലൂടെ കുറച്ച് പോകുമ്പോൾ എന്താ പറയുക ചെളിയൊക്കെ ആയ കാരണം ഞാൻ അങ്ങനെ അഡീനിയത്തിൻ്റെ വീഡിയോസ് എടുത്തിട്ടില്ല. പിന്നെ അഡീനിയം ഉള്ളതൊക്കെ കുറച്ച് വലിയ തൈകളാണ് വരുന്നത്. പക്ഷെ അതിലും ഫ്ലവറിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഏത് കളറാണെന്ന് നമുക്ക് കാര്യമായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ അത് കാരണം അതിൻ്റെ വീഡിയോസ് ഞാൻ അത്രയും അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ നല്ല ഭംഗിയിൽ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഫ്ലവർ പോയ ടൈമാണിപ്പോൾ. ബോഗൻവില്ല ഇപ്പോൾ നല്ല വെയിലുള്ള ടൈമില്ലേ കുറച്ചധികം പൂക്കൾ കിട്ടുള്ളൂ. ഒക്കെ പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടുള്ള ഒരു ടൈമാണ്. ഇനി ഇതെല്ലാം ഇവർ കട്ടാക്കി നിർത്താൻ പോകണമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഇതാ ഇവിടെ നല്ല ഭംഗിയുള്ള താമര ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഈ ഒരു ഫ്ലവറായിട്ട് നിൽക്കുന്നത്. ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റൊന്നും ഞാൻ അവിടെ ചോദിച്ചിട്ടില്ല, ചോദിക്കണമെന്ന് വിചാരിച്ചായിരുന്നു, വിട്ടുപോയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ദിവസം. അങ്ങനെ എന്താ പറയുക, എനിക്ക് പൊതുവേ പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് നഴ്സറി വിസിറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അതായത് മൊത്തമായിട്ട് ആ ഒരു നഴ്സറിയുടെ പുറമേ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്നാണ് സെറാമിക് പോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ 200-ൻ്റെ ഉള്ളിലാണ് ഈ ചെറിയ പോട്ട്സൊക്കെ വരുന്നത്. 165, 170 അങ്ങനെ ആ ഒരു റേഞ്ചൊക്കെയാണ് വരുന്നത്. പിന്നെ അതിൽ 200 സംതിങ് 300 സംതിങ് അങ്ങനെ പല റേഞ്ചിലുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ബ്ലാക്ക് ഒരു പോട്ടായിരുന്നു സെറാമിക്കിൻ്റെ. അപ്പോൾ ഇതൊക്കെ വരുന്നത് 175 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ അതുപോലുള്ളൊരു പോട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സാധാ ഒരു കുഞ്ഞ പോട്ട് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. 2 പോട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർ ഓൺലൈനായിട്ട് ഇവർക്ക് ഞാൻ ചോദിക്കുകയുണ്ടായി, ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞില്ല, ഓൺലൈനായിട്ടില്ല, ഡയറക്റ്റ് വന്നിട്ടുള്ളത് ഉള്ളൂ. ഈ ഒരു പോട്ട് എനിക്ക് കുറച്ച് ഒരു റയറായിട്ട് തോന്നി, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ സാധാരണ നമ്മളിപ്പോൾ അവിടുന്ന് ഇതൊക്കെയാണ് ഈ നഴ്സറിയിലെ വിശേഷങ്ങൾ. പോട്ട്സ് ഇവിടെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇവർ വലിയ വിലയുള്ള പ്ലാന്റ്സുമായ വിലയാണ് സ്റ്റാൻഡിൽ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പ്ലാന്റ്സിന് കൊടുക്കുന്ന ഫെർട്ടിലൈസർ യൂസ് ചെയ്യാൻ എടുക്കുന്ന ഫെർട്ടിലൈസർ ബോട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊന്നും വലിയ വിലയൊന്നുമില്ല, നല്ല ക്വാളിറ്റിയുള്ള ചട്ടികൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ 10 രൂപ 20 രൂപ റേഞ്ചിലൊക്കെ കുഞ്ഞ പ്ലാസ്റ്റിക് പോട്ടുകൾ വാങ്ങിക്കുമല്ലോ, പക്ഷെ അതൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാറുണ്ട് സാധാരണ. പക്ഷേ ഇവിടെ ഉള്ളതൊക്കെ നല്ല രീതിക്ക് നല്ല ക്വാളിറ്റിയുള്ള പോട്ട്സ് തന്നെയാണ്. പിന്നെ ഈ ഒരു പോട്ടിന് വരുന്നത് 50 രൂപയാണ്. ഈ ഒരു പോട്ട് കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയുള്ളൊരു അടിപൊളി പോട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഉള്ളിലോട്ട് വേറെ സാധാരണ ഒരു പോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് അതിൽ തന്നെ പ്ലാന്റ്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്തായാലും നല്ല ഭംഗിയിലുള്ള പോട്ട്സ് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ സെറാമിക്കിൻ്റെ നല്ലൊരു അത്യാവശ്യം കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. വലുതും ചെറുതായിട്ട് ഒരുപാട് പോട്ട്സ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതാണ് പുറമേ നോക്കുന്നൊരു വ്യൂ. അത്യാവശ്യം നല്ല കുറച്ചധികം തന്നെ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. പിന്നെ എന്താ പറയുക, അതിൻ്റെ റേറ്റ്സ് ആണെങ്കിലും വലിയ വിലയൊന്നുമില്ല, മിതമായ വിലയിൽ തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുള്ളാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇനിയും ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.